എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യണത്. നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെയും കുറച്ച് കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞങ്ങോട്ട് ഏൽപ്പിക്കും അല്ലേ. ഇപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെയൊക്കെ ഒരു ധൈര്യമുള്ള കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോവുക, കുഞ്ഞു പിള്ളേരെയൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ധൈര്യമുള്ള കൈകളാണ് ഈ അദൃശ്യമായ കൈകളല്ലേ. അപ്പം നമ്മൾ അതിനെ ഏൽപ്പിച്ചിട്ട് എല്ലാം നമുക്കപ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്, എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ കാര്യം ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഭദ്രമായി സൂക്ഷിച്ചാലും നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടുകയും ചെയ്യും, നമ്മളിലേക്ക് എത്തേണ്ടത് എങ്ങനെയായാലും നമ്മളെ തേടി പിടിച്ച് എത്തുകയും ചെയ്യും. നമ്മളുടെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങളും വന്ന് വീഴുമല്ലേ. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നമ്മൾ തളർന്നു പോവുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതൽ ശക്തിയോടെ വളർന്ന് വരികയാണ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന അയ്യോ എനിക്ക് അങ്ങനെയൊന്നും വരുത്തല്ലേ ഇങ്ങനെയൊന്നും വരുത്തല്ലേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ, എനിക്കത് തരണം ചെയ്യാനുള്ള ശക്തി തന്നാൽ മാത്രം മതി. ആ ഒരു ശക്തിയിലൂടെ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും എടുത്ത് മാറ്റാൻ പറ്റില്ല, അതിലൂടെ തന്നെ നമ്മൾ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ചിലതൊക്കെ നമ്മൾ മറന്നുപോയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമ്മൾക്ക് വിധിച്ചതാണെങ്കിൽ അത് നമ്മളുടെ കൈകളിൽ എത്തിയിരിക്കും. അപ്പോഴാണ് നമ്മളും ചിന്തിക്കുന്നത് അയ്യോ ഇത് പണ്ടെങ്ങാനുമുള്ള ഒരു സംഭവമല്ലേ, ഇത് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് വന്നല്ല എന്നൊക്കെ നമ്മൾ അതിശയപ്പെടാറുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിലും ഇപ്പോൾ ഒരു 3-4 മാസം മുൻപ് അങ്ങനെ ഒരു അത്ഭുതം കണക്കിയൊരു സംഭവം നടന്നു. കാരണം പപ്പയുടെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് 2011 ആഗസ്റ്റ് 23 അപ്പച്ചൻ മരിക്കണം. ആ സമയത്ത് അപ്പച്ചൻ മരിച്ചതിന് ശേഷം പിന്നെ അതിൻ്റേതായ കുറച്ച് പേപ്പർ വർക്ക്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ്, ബാങ്കിലെ അക്കൗണ്ട്, കാരണം പുള്ളി ഒരു പെൻഷനറായിരുന്നു, കൊച്ചിൻ പോർട്ട് ജീവനക്കാരനായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾക്കൊക്കെ പപ്പ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അപ്പം അപ്പച്ചൻ്റെ അക്കൗണ്ടിൽ പൈസ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെക്ക് പോലും നമ്മൾ സൈൻ ചെയ്ത് വെച്ചിട്ടുമില്ല, അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നോമിനി ഇല്ലാതെ ആ ഒരു പൈസ അങ്ങനെ അവിടെ കിടപ്പായി. നമ്മൾ പല രീതിയിൽ അതിനെ എടുക്കാൻ നോക്കിയിട്ടും കാര്യം നടന്നില്ല. അങ്ങനെ അത് നമ്മൾ മറന്ന്, അപ്പോൾ അതിനി ഒരിക്കലും എടുക്കാൻ പറ്റില്ല, അത് പോയി. അപ്പോൾ ഇത് 2011 നടക്കുന്ന കാര്യമാണ്. 2011 കഴിഞ്ഞ് ഇപ്പോൾ 2026 ഇത്രയും വർഷങ്ങളായപ്പോഴത്തേക്കുമാണ് 2025 ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ 2026 പോയി. അപ്പോൾ ഈ 10-15 വർഷത്തിന് ശേഷം നമ്മളെ ബാങ്കിൽ നിന്ന് ഒരാൾ അന്വേഷിച്ച് വന്നേക്കണേ. അതും രാത്രി ഇത് ആരാണ് ഇരുട്ടത്ത് നിൽക്കണമെന്ന് നോക്കി പപ്പ അവിടെ ചെന്നപ്പോൾ ബാങ്കിലെ സ്റ്റാഫാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ ബാങ്കിൽ നിന്ന് വന്നേക്കണേണ്, ഇപ്പം മോദിജിയുടെ പുതിയ നിയമം വന്നിട്ടുണ്ട്, ഇതുപോലെയുള്ള പണം അവരുടെ അവകാശികളെ കണ്ടെത്തി ഏത് രീതിയിലും കൊടുക്കണം, അതിന് ബാങ്കിൽ ഇടാൻ പാടില്ല എന്ന് പുതിയ നിയമം വന്നേക്കണേണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന സംഭവങ്ങളുമായിട്ട് വരിക, ഈ പൈസ എടുക്കുക. പണ്ടത്തെ ആ നിയമ നടപടി ആ റൂൾസൊക്കെ മാറി, ഇപ്പോൾ കുഴപ്പമില്ല, അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുഴപ്പമില്ല. അപ്പം അമ്മ ഉണ്ട്, അമ്മയുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ പപ്പ വേഗം തന്നെ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് അതെല്ലാം മേടിച്ച് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, പൈസ തിരിച്ചു കിട്ടി. അതൊരു 3 ഇരട്ടിയായിട്ടാണ് തിരിച്ചു കിട്ടിയത്. അങ്ങനെ അത് അമ്മയുടെ അടുത്ത് തന്നെ ഭദ്രമായി കൊണ്ടുപോയിട്ട് കൊടുക്കുകയും ചെയ്ത്. അപ്പം നമ്മൾ എഴുതി തള്ളിയതാണ്, ബാങ്കും പറഞ്ഞതാണ് ഇനി നിങ്ങൾക്കിത് കിട്ടൂല, അത് ഗവൺമെൻറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞ പൈസയാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ തേടിയാണ് വന്നത്, അല്ലാതെ നമ്മൾ പോയി ഇത് അന്വേഷിച്ചിട്ടേ ഇല്ല. പിന്നെ കാരണം കിട്ടൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മറന്നു പോയൊരു കാര്യം. പക്ഷേ അപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഒരു ദൈവം ഓർത്തിരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ ഇതൊക്കെയാണ് അത്ഭുതങ്ങളെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ചെവിട്ടിൽ മരുന്നിടേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഞാനതൊരു വീഡിയോ കണ്ടപ്പോഴേക്കും മനസ്സിലായത്, കുളിക്കാൻ കയറ്റുമ്പോഴാണ് ചെവിട്ടിൽ മരുന്നിടണത്. അങ്ങനെ ഞാൻ പുരാണവും പറഞ്ഞിരുന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞ് ഞാൻ റൂബിനെ കുളിപ്പിച്ചെടുത്ത്
അപ്പോൾ റൂബിനെ തുടക്കണമെങ്കിൽ കുറച്ച് പണിയായിട്ടാണ്, നിന്ന് തരൂല. അപ്പോൾ അതാണ് അങ്ങനെ തുടക്കേണ്ടി വരണത് കേട്ടോ. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഇട്ട് തുടക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കളിയാണ് അവൾക്ക്. അപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഓടിപ്പോയി അപ്പിയിടലൊക്കെ പതിവാണ് കേട്ടോ. ആ കുളിച്ച ക്ഷീണം കൊണ്ട് തന്നെയും പെട്ടെന്ന് നമ്പർ 1 നമ്പർ 2 ഒക്കെ പോകും. അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളൊന്നുകൂടി ക്ലീൻ ചെയ്യും. പോയി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വൈപ്പ് വെച്ചിട്ട് അവളുടെ ആ റിങ്കിൾസിൻ്റെ അകത്തും ബാക്കിലും എല്ലാം ഒന്നുകൂടി ക്ലീൻ ചെയ്യും. അപ്പോൾ ചെവിയിൽ ഞാൻ ക്ലെൻസർ ഇട്ട് കുളിക്കുന്ന സമയത്ത് അത് പതഞ്ഞ് വരും ഉള്ളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ആ എല്ലാം കൂടിയിട്ട് നമുക്ക് കഴുകി അങ്ങോട്ട് കുളിപ്പിച്ചങ്ങോട്ട് ഇറക്കാം. അതുകൊണ്ട് ഞാൻ മരുന്നൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇത് അഗാരോൻ്റെ ഞാനൊന്ന് മേടിച്ചില്ലേ ഒരെണ്ണം, ഇത് ഹെയർ ഡ്രയർ നല്ല അടിപൊളിയാണ് കേട്ടോ. ചെറിയതാണ്, പക്ഷേ എനിക്കൊന്ന് വാട്സൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല പവർഫുള്ളാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ റൂബി കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് സ്കിന്നിന് അലർജിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ഉണക്കിയെടുത്ത്. പിന്നെ ഇന്നിപ്പോൾ മീനൊന്നും വരണില്ല, ഷാജിയൊക്കെ മീനൊന്നും എടുക്കണില്ല. കാരണം മീനിന് ഭയങ്കര വിലയാണ്, ആർക്കും തന്നെയും വേണ്ട അത്രയും വില ആയതുകൊണ്ട്. അതുകൊണ്ട് ഷാജിയൊന്നും മീൻ എടുക്കണില്ല. ഇപ്പോൾ കുറേ നാളായി ഷാജിനെ കണ്ടിട്ട്. അപ്പോൾ ഇത് പപ്പനെ വിട്ടിട്ട് ഞാൻ മേടിപ്പിച്ചാണ്, എന്തെങ്കിലും ഒരു മീൻ മേടിക്കും, വല്ല ജാളയിലേക്ക് തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടപ്പോൾ പപ്പ റയന് ഇഷ്ടപ്പെട്ട കൂന്തൽ, വലിയ ഗുണമില്ല, ചെറിയ കൂന്തലും അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. എങ്കിൽ തന്നെയും റയന് ഇഷ്ടമുള്ളൊരു സാധനമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പപ്പ അത് മേടിച്ച് പിന്നെ കുറച്ച് കക്കയിറച്ചിയും മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് രണ്ടും കൂടി വെച്ചാലും നമുക്ക് തികയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇതൊക്കെ വളരെ കുറച്ചുണ്ടാവുള്ളൂ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ 2 ദിവസത്തെ കറി, ഇത് ശനിയാഴ്ചയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ശനി ഞായറും കൂടി ചേർത്തിട്ട് എന്തെങ്കിലും വെക്കാം 2 ദിവസത്തേക്ക്. ഇനിയിപ്പോൾ ബീഫ് ഇത്തവണ മേടിച്ചാൽ ശരിയാവും, നമ്മൾ കുറേ ബീഫ് കഴിഞ്ഞ ആഴ്ച കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ബീഫിനെ ഒഴിവാക്കണേണ് എന്ന് പറഞ്ഞിട്ടാണ് മീനിന് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇന്നത്തെ ദിവസത്തേക്കുള്ളതേ പപ്പ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നുള്ളൂ. പപ്പക്ക് ഒന്നാമതിൻ്റെ കണക്കൊന്നും അറിയാമല്ലോ. പപ്പ വിചാരിച്ചിട്ടുണ്ടാകും ഇതൊരെണ്ണം ഒരു ദിവസം മറ്റേത് അടുത്ത ദിവസം ഒന്നും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ അതൊന്നും നടപടിയാവില്ല. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അരിഞ്ഞ് ഒക്കെ. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കൂന്തലാണെങ്കിലും കക്കയിറച്ചിയാണെന്നുണ്ടെങ്കിലും ഒരേ മസാലയിലാണ് പോണത്, ഒരേ പ്രിപ്പറേഷനും തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ വറുത്തരച്ചൊക്കെ വേണമെങ്കിൽ ഇത് വെക്കാം, പക്ഷേ എനിക്ക് തോന്നണില്ല ഇവർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നണില്ല. ആ റോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വറുത്തരപ്പിനൊന്നും നിന്നില്ല, റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കാം. കക്കയിറച്ചിയാണെന്നുണ്ടെങ്കിലും നമുക്ക് വറുത്തരച്ച് വെക്കാറുണ്ട്. പണ്ട് ഞാനിടയ്ക്ക് വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഈ വറുത്തരക്കറികളൊന്നും ആർക്കും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ പറയും കക്കയിറച്ചി വെറുതെ നശിപ്പിച്ചല്ല അങ്ങനെ പറയും, അല്ലെന്നുണ്ടെങ്കിൽ കൂന്തൽ വെറുതെ നശിപ്പിച്ചല്ല എന്ന് പറയും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ രണ്ടുപേരും പോലെ തന്നെയാണ് വെക്കാൻ പോകണം. അങ്ങനെ അതെല്ലാം കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് തന്നെയാണ് ഇത് വേവിക്കാട്ടോ. അപ്പോൾ അത് മസാല ചേർത്ത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എല്ലാം കൂടി വഴറ്റി ഒരുവിധം മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വേവിച്ചതും ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ്, എളുപ്പവുമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അതിനുശേഷം വീണ്ടും ക്ലീൻ ചെയ്ത് എടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ ഒരു ഏറ്റവും അറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്ന അഴുക്കൊക്കെ ചിലപ്പോൾ പോകാതെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കഴുകുമ്പോഴേ പോകുള്ളൂ. അപ്പോൾ അതെല്ലാം കഴുകി ചിലവരിങ്ങനെ നീളത്തിൽ അത് മുറിച്ച് വിടർത്തി ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്യണം. എനിക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ റൗണ്ടിൽ തന്നെയൊക്കെയാണ് കട്ട് ചെയ്തേക്കണം. അപ്പോൾ ഏറ്റവും അവസാനം വീണ്ടും കഴുകും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതേ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടാണ് വേവിക്കണത്. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഇത്തിരി മുൻപിൽ കുരുമുളക് പൊടി ടേസ്റ്റ് കിട്ടണേ നല്ലത്. നമ്മൾ റോസ്റ്റ് ചെയ്ത് തീരാറാകുമ്പോൾ അല്ലെങ്കിൽ ഇറക്കാറാകുമ്പോഴൊക്കെ കുറച്ചുകൂടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഏതായാലും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇറക്കുമ്പോഴും ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ചോറുമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്. ശരിക്കും പറഞ്ഞാൽ തൊട്ടുകൂട്ടി കഴിക്കാം കേട്ടോ. കൂടുതൽ വേണ്ട ഈ കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിനെ കൂടി സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ച് ഇത് വന്ന് തൊട്ട് കൂട്ടുമ്പോൾ മതിയാവും. ആ കക്കയിറച്ചിയിലും സെയിം പരിപാടി തന്നെയാണ് ചെയ്തേക്കണത്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. പിന്നെ ഞാൻ കക്കയിറച്ചിയിൽ ഒരു വ്യത്യാസം വരട്ടെ എന്ന് വിചാരിച്ച് ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഇനി കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ചട്ടി കിടന്ന് ഉള്ള വേവിൽ ഇത് വെന്തോളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുക്കർ എടുത്തില്ല.
പിന്നെ ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ സവാള വേണം, രണ്ടെണ്ണത്തിന് കൂടിയിട്ട്. അപ്പോൾ ആ സവാള എല്ലാം ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്താൽ മാത്രമേ, സവാള മാത്രം പൊളിച്ചെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സവാള പൊളിച്ചെടുക്കാനൊക്കെ ഈസി അല്ലേ. മറ്റുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണതിനല്ല. അതുപോലെ ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ പെട്ടെന്ന് തന്നെ പണി തീർത്ത് പോരാൻ സാധിക്കും. പക്ഷേ ചില ആളുകളുടെ വീട്ടിൽ അതൊന്നും സമ്മതിക്കൂല കേട്ടോ. അവിടുത്തെ ആണുങ്ങൾക്ക് അത് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. എല്ലാം അപ്പം സീറോയിൽ നിന്ന് തുടങ്ങണം ഏത് പാചകവും. അല്ലാതെ നേരത്തെ ചെയ്ത് വെക്കാൻ പാടില്ല. ഒരു കാര്യങ്ങൾ എല്ലാം ഫ്രഷായിട്ട് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആണുങ്ങളുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒന്നും പിന്നെ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. പപ്പയ്ക്ക് പിന്നെ അടുക്കള എന്താണെന്ന് പോലും പപ്പയ്ക്ക് അറിയാൻ പാടില്ല. അതും ഒരു പ്രശ്നം തന്നെയാണ്. ചില സമയത്ത് പപ്പ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, ഇന്നലെ എനിക്ക് ചെറിയ വയറുവേദന ഉണ്ടാകുന്ന, ഒരു കഷ്ണം ഇഞ്ചി വേണമെന്നുണ്ടായി, പിന്നെ നിന്നെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ വിളിച്ചില്ലെന്ന്. അപ്പം ഞാൻ പറയും, ഈ വീട്ടിൽ ഇഞ്ചി എവിടെ ഇരിക്കണമെന്ന് പപ്പയ്ക്ക് അറിയില്ലേ? പപ്പ അത് അറിയേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് തന്നെ പോയി എടുക്കാമല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ജീരക വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ ജീരകം എടുത്തിട്ടിട്ട് ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പപ്പക്ക് അത് ഒരിക്കലും നടപടിയല്ല. അപ്പോൾ റയൻ പറഞ്ഞു, മമ്മി ഇതിങ്ങനെ ആയാലും എന്ത് ചെയ്യും? കാരണം എപ്പോഴും മമ്മി കൂടെ ഇല്ലാത്ത സന്ദർഭത്തിൽ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചായ ഇടണ നേരത്തെ ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കൂല, അവിടെ നോക്കിയിരിക്കും. നേരെ മറിച്ച് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഒരു ഇത്തിരി ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ റെഡിയാണ്. അത് പപ്പക്ക് അറിയില്ല. കാരണം ആ പാത്രം എവിടെ ഇരിക്കണമെന്നറിയില്ല, ചായപ്പൊടി എവിടെ, എല്ലാം നമ്മൾക്ക് എടുക്കാൻ പറ്റിയ പരുവത്തിൽ തന്നെ വെച്ചേക്കണം. പക്ഷേ പപ്പയുടെ കണ്ണിൽ പപ്പക്കൊന്നും കാണാൻ സാധിക്കില്ല. ഒരു സ്പൂൺ വേണമെങ്കിൽ പപ്പ ഇങ്ങനെ ചോദിച്ചിട്ടിരിക്കുക, സ്പൂൺ എടുത്ത് തരുവാന്ന് ചോദിക്കുക, അല്ലാതെ സ്പൂൺ എവിടെ ഇരിക്കണം, ഗ്ലാസ് എവിടെ ഇരിക്കണം. അപ്പോൾ പപ്പ റയൻ പറയും, പപ്പ ഇങ്ങനെ പറ്റൂല, മമ്മി പപ്പനെ അടുക്കള ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അത് മമ്മിക്ക് തന്നെ പണിയാണ്. മമ്മി തിരക്കിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കുള്ളൂ അതെടുത്തതാ ഇതെടുത്തതാന്ന് പറയുമ്പോൾ മമ്മി അവിടെ നിന്ന് ഓടി വരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ പറയാം, അതവിടെ ഇരിപ്പുണ്ട് പപ്പ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറയുമ്പോൾ ആളവിടെ നിന്ന് കറങ്ങണ കാണാം. ഒരിക്കലും പറ്റൂല പപ്പയ്ക്ക് ഇതൊന്നും. അപ്പോൾ അങ്ങനെ ഇവിടെ മിക്കവാറും പപ്പക്ക് എല്ലാ കാര്യങ്ങളും കുടിക്കാനുള്ള വെള്ളം വരെ കയ്യിലെടുത്ത് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് എത്ര വിചാരിച്ചാലും പുള്ളിക്ക് അത് മാറ്റാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതേ രാത്രി, അപ്പോൾ നമ്മൾ ഉച്ചക്ക് കഴിച്ചത് കണ്ടല്ല, കക്കിറച്ചിയും കൂന്തലും റോസ്റ്റ് ചെയ്തത്, പിന്നെ തലേ ദിവസത്തെ ക്യാരറ്റ് തോരനൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിച്ച്. പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഇന്നത്തെ ദിവസം വൈകുന്നേരം നമുക്ക് 7 മണി മുതൽ 9:30 മണി വരെ നമ്മളുടെ ബ്ലോക്കിൻ്റെ, അതായത് യൂണിറ്റുകൾ 5 യൂണിറ്റിൻ്റെ ബ്ലോക്കിൻ്റെ വെഞ്ചിരിപ്പ് ദിവസമായിരുന്നു ശനിയാഴ്ച. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു, ഞാൻ മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നമ്മൾ അച്ഛൻ്റെ കൂടെ നടന്ന് എല്ലാ വീട്ടിലെയും വെഞ്ചിരിപ്പ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ വീടും വെഞ്ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെഞ്ചിരിപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് രാത്രി 9:30ക്കാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റൂബിക്ക് ഇത്തിരി ഫുഡ് ഇത്തിരി വിശക്കണ പോലെ തോന്നി. അപ്പോൾ അങ്ങനെ അവൾക്ക് മുട്ടയൊക്കെ വേവിച്ചൊക്കെ കൊടുത്ത് അതിനുശേഷം പിന്നെ ഇപ്പോൾ ദേ രാവിലെ ഞായറാഴ്ചത്തെ കാര്യമോ കാണിക്കണത്, ഞാനും പപ്പയും 6:45 കുർബാനക്ക് പോയതിന് ശേഷം വന്ന വഴിക്ക് ഇത്തിരി പച്ചക്കറി പഴങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാനങ്ങോട്ട് നോക്കിയെടുക്കാം, അല്ലെങ്കിൽ ഈ പപ്പഴടുത്ത് ഇങ്ങനെ പറഞ്ഞും എഴുതിയും ഒക്കെ വിടണമല്ലോ. അപ്പോൾ ഞാനുള്ളതുകൊണ്ട് നേരത്തെയൊക്കെ എപ്പോഴും ആ പച്ചക്കറി കിടക്കയറി ഞാനും പപ്പയും പള്ളി കഴിഞ്ഞ് വരുമ്പോൾ മേടിച്ചിട്ട് പോകലായിരുന്നു പതിവ്. പിന്നെ അങ്ങോട്ട് റോജനെ കൂടി പോകാൻ തുടങ്ങി. പപ്പ വേറെ അങ്ങനെ നമ്മൾ പല ഇതായിട്ടാണല്ലോ പോകണം. ഇപ്പോൾ റോജർ ഇല്ലാത്തതുകൊണ്ട് ഞാനും പപ്പയും കൂടിയാണ് പോണത്. ഇപ്പോൾ റയൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ല, അല്ലെന്നുണ്ടെങ്കിൽ പപ്പ വേറെ ഞാൻ വേറെ പോകുള്ളൂ. നമ്മുടെ റൂബി കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇടൂലല്ലോ. ഇപ്പോൾ എനിക്ക് പപ്പയുടെ കൂടെ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പപ്പയുടെ കൂടെ പോയി ഇതൊക്കെ മേടിച്ച്. അപ്പോൾ ബേക്കറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, റയൻ എന്തെങ്കിലും പഴംപൊരി ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് ചോദിച്ചു തന്നപ്പോൾ അവിടെ കാലിയാണ്, ബേക്കറിയിൽ ഒരു സാധനം ആയിട്ടില്ല. അവിടെ 9 മണിയൊക്കെ ആകുമ്പോഴേ ആയി വരുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിക്സ്ചറും പിന്നെ ഇത്തിരി ഒരു ബണ്ണ് പപ്പയ്ക്ക് വേണ്ടിയിട്ട് അതുമൊക്കെ വൈകുന്നേരത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ ഈ ചീര നമ്മളുടെ മറ്റേ വീട്ടിലുള്ളതാണ് കേട്ടോ. ആ വീട്ടിൽ നിന്ന് അവിടെ താമസിക്കുന്നവർ വീണ്ടും കൊണ്ടുവന്ന് തന്നതാണ്, തലേ ദിവസം കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത് എടുക്കാം. പിന്നെ പോരാത്തത് ഇത്തിരി പരിപ്പ് കറിയും കൂടിയിട്ട് വെക്കാം, ചീരത്തോരനും പരിപ്പ് കറിയും. പിന്നെ ഞാൻ പപ്പയ്ക്ക് ഒരു ഇത്തിരി മറ്റേ കക്കിറച്ചിയുടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോറുമുണ്ട്. പിന്നെ തലേദിവസത്തെ ബിരിയാണി ഉണ്ട്, അത് റയനും വേണമെങ്കിൽ എനിക്കും കഴിക്കാം, 2-3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ട്. അപ്പോൾ രാത്രി വരെ ആ ഒരു ഭക്ഷണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട. പിന്നെ ചീര ഫ്രഷ് ആയതുകൊണ്ട് അതിപ്പോൾ തന്നെ വെക്കണേണ്. അപ്പോൾ ചീര വെറുതെ വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കണായിരുന്നു, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ റയനൊരു കുമ്മട്ടിക്കും കൂടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം, ചീര കട്ട് ചെയ്തെടുക്കണം. അത്രയൊക്കെ ഉള്ളു, വേറെ പണികളൊന്നുമില്ല.
അപ്പം ഞാനിപ്പോൾ പഴം മേടിച്ചേക്കണത് ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി, ആ പഴം കൂട്ടിയിട്ട് കഴിച്ചോളും. രാവിലെ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പണി തീരൂല നമുക്ക്. വന്നു കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കി ഒത്തിരി നേരവും ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 9 മണി 9:30 ആയിപ്പോവും. അപ്പോൾ ഏറെക്കുറെ ഒരു 8:30 മണിക്കൊക്കെയാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിയണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ഇതായി കിട്ടുമല്ലോ. പഴം കൂട്ടി കഴിക്കണതും ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ക്ലീനിങ് പണിക്കൊക്കെ പോകാട്ടോ. ആ സമയം കൊണ്ട് നമ്മളുടെ ഏതൊരു സമയവും നമ്മൾ പ്രൊഡക്റ്റീവാക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോലി കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നോക്കി ചെയ്യാനും വേണം ഒരു കഴിവും ശ്രദ്ധയും. അതൊക്കെ ഇപ്പോൾ ന്യൂജൻ കുട്ടികൾക്ക്, പുതിയ അമ്മമാർ, കൊച്ചു കുട്ടികളായ അമ്മമാർക്കൊന്നും ചിലപ്പോൾ അത് സാധിച്ചൊന്നും വരില്ല. നമ്മളതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. ചായ തിളപ്പിക്കാൻ വെച്ചാൽ ചായ തിളക്കണവരെ അതിൽ നോക്കി നിൽക്കും. പക്ഷെ പിന്നീട് നമുക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുമോ, ഇത് ശരിയല്ല, ഈ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അടുപ്പിൽ വെച്ചേക്കണത് കരിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ പുതിയ ന്യൂജൻ അമ്മമാരായ കുട്ടികൾക്കൊക്കെ ഇത് സാവധാനമേ മനസ്സിലായി. ഇപ്പം പിന്നെ ഈ വീഡിയോകൾ ഇതുപോലെ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ പിള്ളേരും വളരെ എക്സ്പെർട്ടാണ്. എന്ത് കാര്യങ്ങളും അവർ വളരെ പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്യണത്. കാരണം പാചകമാണെന്നുണ്ടെങ്കിൽ നോക്കി ചെയ്യാം. നമുക്കൊക്കെയാണ് അതൊന്നും പറ്റാതിരുന്നത്. പണ്ടൊക്കെ ഞാൻ ഓർക്കും, ഞാനിങ്ങനെ ഫോൺ ചെയ്ത് എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കോട്ടാ. എൻ്റെ അമ്മ നല്ല പാചകക്കാരിയാണ്. അപ്പോൾ ആ പാചകത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും അമ്മയുടെ അടുത്ത്. അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ്. അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് പറയും, ഒരു ഇത്രയുള്ളൊരു ഇഞ്ചി കഷ്ണം എന്ന് പറയും. അവിടെ അമ്മ ആക്ഷൻ കാണിക്കുന്നുണ്ട്, വിരൽ കാണിക്കുന്നുണ്ട്, ഇതേ ഇത്രയുള്ളൊരു ഇഞ്ചി കഷ്ണം, ഇതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അങ്ങനെയല്ലല്ലോ, ഇത് കറക്റ്റ് കാണിക്കണ ഗ്രാം എന്നോരോന്ന് പറയണ്, ടീസ്പൂൺ പറയണ്, ടേബിൾ സ്പൂൺ പറയണ്, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇക്കാലഘട്ടത്തിലെ പിള്ളേരെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കും. അന്നൊക്കെ എനിക്കൊക്കെ എന്തൊക്കെ പൊട്ടത്തരമാണ് പറ്റിയേക്കണത്, എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ പൊട്ടത്തരം ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് ഞാൻ ചിന്തിക്കുമോ, ഇത്രയും ബോധം. പക്ഷെ അതങ്ങനെയാണ്, നമ്മളുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉപ്പും അതൊന്നും ഞാൻ നോക്കാറ് പോലും ഇല്ല. കാരണം നമുക്കറിയാം അത് കറക്റ്റാണ് ഇട്ടേക്കണം എന്നുള്ളത് അറിയാം. അത് ഞാൻ പപ്പയുടെ അമ്മ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് നോക്കണതേ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വേഗം അമ്മിച്ചത് ഉപ്പ് നോക്കാത്തത്, അതൊക്കെ കറക്റ്റായിരിക്കും, അതെപ്പോഴും ഇടുന്നതല്ലേ, നമുക്കറിയാമല്ലോ ഇത്ര ഉപ്പ് മതിയെന്ന് എന്ന് പറയും. അത് ശരിയാണ്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനുപ്പൊന്നും നോക്കാറൊന്നുമില്ല. പിന്നെ നോക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവ് അതിനെക്കുറിച്ച് ഒരു കുറ്റവും പറയൂല. എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ശരിക്കും ചില സങ്കടം തോന്നും ചില സമയത്ത്. കാരണം പപ്പയാണ് ഇവിടെ ഏറ്റവും ആദ്യം ഫുഡ് കഴിക്കണ പപ്പയാണ്. അപ്പോൾ പപ്പയാണ് ആദ്യം അത് ടേസ്റ്റ് ചെയ്യുക, ഒന്നും പറയാതെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ അയ്യോ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഞാൻ പറഞ്ഞ പപ്പ എന്താ പറയാഞ്ഞത്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ലതാണല്ലോ, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യം അത് നമുക്ക് ഭയങ്കര അത് വലിയൊരു സമാധാനമാണെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ വിളമ്പി വെച്ചിട്ട് ഇയാളിപ്പോൾ കുറ്റം പറയുമല്ലോ, എന്താണാവോ പറയാൻ പോണത് എന്ന് പേടിച്ച് നിൽക്കുന്ന ഭാര്യമാരാണ് ഭൂരിഭാഗവും. പക്ഷെ എന്നെ സംബന്ധിച്ച് പപ്പ ഒരു കുറ്റവും ഒരു കാര്യത്തിനും പറയാത്ത ഒരാളാണ്. എല്ലാം നല്ലതാണ്, ഒരു കുഴപ്പമില്ലല്ലോ. വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ തന്നെ, കുറ്റമല്ല അതിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറഞ്ഞാൽ തന്നെയും പപ്പ പറയും, ഒരു കുഴപ്പമില്ലല്ലോ, നല്ലതാണ്, ഞാൻ കഴിച്ചതാണല്ലോ, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ട്. ഉപ്പ് നോക്കിയാലും നോക്കിയില്ലെങ്കിലും എന്നെ ഒന്നും പറയൂല എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ടും കൂടി ആവാൻ ഞാൻ ഉപ്പൊന്നും നോക്കാത്തതെന്ന് ഞാൻ വിചാരിക്കും. പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 100 വട്ടം നോക്കും, അയ്യോ ഉപ്പ് കറക്റ്റാണ്, മധുരം കറക്റ്റാണ്, ഇതൊക്കെ നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്കുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പാകം ചെയ്യുക, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചിക്കൻ കൊടുക്കാതിരുന്നാൽ മതി പുള്ളിക്ക്, ബാക്കി ഉള്ളതെല്ലാം ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തോരൻ വെറുതെ തേങ്ങ അങ്ങോട്ട് ഇട്ടിട്ട് ഒക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണ രീതിക്കാണ് വെക്കണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുമ്മട്ടിക്കയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് പപ്പക്കും റായനും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ആ ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് നേരെ ഫ്രിഡ്ജിലേക്കും വെച്ച് അത് പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മളുടെ പരിപ്പ് കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി പപ്പടവും കൂടിയൊക്കെ വറുത്ത് വെച്ച്, എന്നിട്ടാണ് ആ പപ്പടം വറുത്ത എണ്ണ മാറ്റി കളഞ്ഞതിന് ശേഷം അതേ ഇതിൽ തന്നെയാണ് പപ്പടം വറുത്തത്. എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി പരിപ്പും കൂടി താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ പാചകം കഴിഞ്ഞ്.
അപ്പോൾ ഇതും നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പരിപ്പ് കറിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏത് പരിപ്പ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പീസ് പരിപ്പ് എന്നാണ് പറയുന്നത്. പീസിൻ്റെ അകത്തെ പരിപ്പായിരിക്കും, അങ്ങനെ പീസ് പരിപ്പ് എന്നാണ് പറയുന്നത്. എനിക്ക് ആ പരിപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ. കടലപ്പരിപ്പ് ഇഷ്ടമാണ്, പക്ഷേ അതിന് ഭയങ്കര വേവ് ആയതുകൊണ്ട് തന്നെയും ഇവിടെ അത്ര ഇഷ്ടമല്ല. ഇടയ്ക്ക് കടലപ്പരിപ്പ് വെക്കും. വേറെ ഒരു രീതിയിലുള്ള പരിപ്പ് നമ്മളിവിടെ മേടിക്കാറില്ല. ചെറിയ പരിപ്പ്, അതായത് ചെറുപയറിൻ്റെ പായസം വെക്കണ പരിപ്പ് വെച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നാറില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം പീസ് പരിപ്പ് തന്നെയാണ്. അപ്പോൾ സാമ്പാർ പരിപ്പ് പോലും ഇവിടെ മേടിക്കാറില്ല. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ മേടിക്കുന്നത്. അപ്പോൾ അതേ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യം ഞാൻ പപ്പക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചോറ് ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ചോറാണ്. ചൂടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫൈബറിൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ പറഞ്ഞ് ചൂടാക്കണ്ട, ശരീരം തണുക്കട്ടെ, അതങ്ങനെ തന്നെ. പക്ഷേ തണുപ്പ് മാറിയിട്ടുണ്ട്. കുറേ നേരം മുൻപേ ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ്. പക്ഷേ ഇനി ചൂടാക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ വൈകുന്നേരം നമ്മളിത് ബണ്ണും ചായയൊക്കെ കുടിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കര കട്ടി ചെരുപ്പാണ്. എനിക്ക് ഇത്രയും കട്ടിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കൈ കിട്ടിയപ്പോഴത്തേക്കും ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഹൈറ്റാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര വലുതായിട്ട് തോന്നണത് കാലിലിട്ടിട്ട്. ഇവിടെ പപ്പക്കും റയനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട് കൊടുക്കേണ്ട മമ്മിന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ റബ്ബറിൻ്റെ ഒരു മണം അസഹനീയമായ ഒരു മണമായിരുന്നു കേട്ടോ. ഭയങ്കര കട്ട മണം. എനിക്ക് ഒട്ടും തന്നെ അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു മണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഈ ഒരു മണം ഇനി എത്ര ദിവസം ഉണ്ടാകും, ഇത് ഒരു വല്ലാത്ത മണം. ഇത് വെക്കണ മുറിയിൽ വരെ ആ ഒരു റബ്ബറിൻ്റെ മണം ഇരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഞാനാണ്. അപ്പോൾ ഈ ചെരുപ്പിൽ ഇത്തിരി അഴുക്ക് വന്നേക്കുന്നത് തലേ ദിവസം ഞാൻ ഈ ചെരുപ്പിട്ടിട്ടാണ് നമ്മളുടെ എല്ലാ വീടുകളിലും വെഞ്ചരിക്കാൻ വേണ്ടി അച്ഛൻ്റെ ഒപ്പം കയറി ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണ ചെരുപ്പൂരി ഇട്ടിട്ട് കയറി പിന്നെ നടന്ന് അങ്ങനെയൊക്കെ അഴുക്കൊക്കെ ആയിട്ടാണ് ഈ ചെരുപ്പിട്ട് തലേദിവസം നടന്നതാണ് ഇത്രയും ആ ചെരുപ്പിൽ അഴുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചെരുപ്പ് ഞാൻ മാക്സിന്ന് 500 രൂപയ്ക്ക് മേടിച്ചാണെങ്കിൽ ഈ ചെരുപ്പ് 375 രൂപക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ മാക്സിൽ ആ ചെരുപ്പ് ഇടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയതും. അത് അധികം വലുതുമല്ല ചെറുതുമല്ല, എന്ന് വെച്ചാൽ ഹൈറ്റൊക്കെ വളരെ കംഫർട്ടബിളുമാണ് ഇടാനായിട്ട്. അതുകൊണ്ട് ഞാനത് മറ്റേ ബ്ലാക്ക് ഫ്ലിപ്കാർട്ടിൻ്റെത് ഞാൻ റിട്ടേൺ ചെയ്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു ഹോളി വീക്കിൽ നമുക്ക് വൈറ്റ് ഒരെണ്ണം പുതിയത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വൈറ്റ് പാൻറ് എടുത്തതാണ് കേട്ടോ. ഇതിന് 350 എത്രയോ ആണ്, ശരിക്കും ഓർക്കണില്ല. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഹക്കോപ്പയുടെ നല്ലൊരു ക്ലോത്തും ഇടാൻ നല്ല സുഖമുള്ള ഒരു സംഭവം കേട്ടോ. ഒന്നാമത് ചൂടായിരിക്കും, നമ്മൾ പള്ളിയിൽ പോയിരിക്കുമ്പോഴൊക്കെ വേർത്തങ്ങനെ ഒഴുകും. അപ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ളത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ്. കാരണം എൻ്റെ കയ്യിൽ ഇത്ര ലൂസായിട്ടുള്ളതൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരെണ്ണം പുതിയതെടുത്തതാണ്. പിന്നെ വൈകുന്നേരം അല്ല, ഒരു 7 മണി കഴിഞ്ഞിട്ട് 7:30, ചില സമയത്ത് ഞാൻ 8:30 വരെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും നടപ്പ് ഞാൻ മാക്സിമം എല്ലാ ദിവസവും തന്നെ പോകുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് തിരക്കുകൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ പോകാതിരിക്കുള്ളൂ. അങ്ങനെ നടക്കാനൊക്കെ പോയി. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാത്രി കിടക്കുന്ന ടൈം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 12 മണി തിങ്കളാഴ്ച ആയി കഴിഞ്ഞ് മൺഡേ ആണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ 12:45 വരെയൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ റയൻ കിടക്കാനൊക്കെ പോയതും ഞാൻ കിടന്നതും കേട്ടോ. അപ്പോൾ റൂബി കുഞ്ഞിനെ കണ്ടില്ലെന്നുള്ള പരാതി ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റൂബി കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ട്. ഇനി നാളെ റൂബി കുഞ്ഞിനെ കൂടി സംസാരിക്കണ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നാളെ അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്